എല്ലാ പേർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ടൊമാറ്റോ ചട്നിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടൊമാറ്റോ എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്കിപ്പോൾ ഒരെണ്ണം ചെറിയ പഴുപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴുപ്പുള്ളതാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 2-3 വെളുത്തുള്ളി മതിയാവും. നിങ്ങൾ കൂടുതലാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം പച്ചമുളക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പച്ചമുളകും കൂടി ചേർക്കണം കേട്ടോ. കയ്യിലുള്ളവർ അതൊന്ന് ചേർത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സവാള ചേർക്കാം. സവാള എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. അത് ചെറിയ ക്വാണ്ടിറ്റിയേ കിട്ടത്തുള്ളൂ. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടിക്കണം. ഞാനിപ്പോൾ ഒരു 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ടൊമാറ്റോ കൂടി ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം കുറച്ചും ചേർക്കുക, വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല വഴറ്റി എടുക്കണം, നല്ല വഴണ്ട് വരണം. ഇത് പച്ചമുളകും കൂടി ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. നിങ്ങൾ ചേർത്തോളണം. ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കായ ഇതിലോട്ട് ചേർക്കണം കേട്ടോ. കായപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കും. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താലും മതി. പക്ഷെ നമുക്ക് കളർ കിട്ടണമെങ്കിൽ ഈ മുളക് പൊടി ചേർത്താലും നല്ല കളർ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് ചേർത്ത് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറാൻ കുറച്ച് സമയം എടുക്കും, നമ്മൾ സാധാരണ മുളക് പൊടിയെക്കാട്ടിൽ. അപ്പോൾ ഇത് നല്ലതുപോലെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. നല്ല തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇത് ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഒരു 2 ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റിയ പാൻ തന്നെയാണ്. സവാള ടൊമാറ്റോ വഴറ്റില്ല, അതേ പാൻ തന്നെയാണ്. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് ഒന്ന് പൊട്ടാനായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്തതെല്ലാം ചേർക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അത് കടുക് പൊട്ടിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇത്രയും വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കുറച്ച് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി
ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ ടൊമാറ്റോ ചട്നി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ രുചികരമായ ടൊമാറ്റോ ചട്നി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഈ ചപ്പാത്തിയിലൂടെയും ദോശയിലൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചട്നിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.